അപ്പൊ ഇന്ന് പുതിയ ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലുള്ള കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്നിട്ട് അത് ഏതാണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഇതില് വിൻ ചെയ്യാനവർക്ക് 500 രൂപയാണ്. അത് ഞാൻ തന്നെ എടുക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ ചലഞ്ച് വന്നിട്ട് കുറച്ച് ഐറ്റംസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും കാണാതെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് എടുത്തത് നമുക്കറിയാൻ പാടില്ല. അപ്പൊ അത് രണ്ടും ഞങ്ങളുടെ സൈഡിൽ ഇരിപ്പുണ്ട്. അതെടുത്തിട്ട് നമ്മള് ക്യാമറയുടെ മുമ്പിൽ കാണിക്കും. എന്നിട്ട് ഓരോ ക്ലൂ കൊടുക്കും. ട്രൂ ആണോ ലൈ ആണോ എന്ന് പറയണം. ഇല്ല കള്ളത്തരം കാണിക്കത്തില്ല. ഇപ്പൊ കള്ളത്തരം കാണിക്കണം. തുടങ്ങാം. എടുത്തോ? എന്തോ സാധനം എന്തോ ഇല്ല കണ്ടില്ല. എനിക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ലടി. ഇതൊരു മൂടിപ്പാത്രം ഇങ്ങനെ അടച്ചൊക്കെ വെക്കാൻ പറ്റണ പാത്രം. അപ്പൊ അന്ന് അതെന്തിന്റെന്ന് പറയണേ? അതാ മൂടിപ്പാത്രമാണോ അല്ലേന്ന് പറഞ്ഞാ മതി. ഓ അങ്ങനെ പാത്രമാണേ. നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യണം. ഒന്ന് തട്ടിക്കേ. എങ്ങനെ തട്ടാൻ? കൈ കൊണ്ടാ? അതാ ടേബിളൊന്ന് പൊട്ടിക്കത്. ഒന്നുകൂടെ പൊട്ടിക്ക. ഇത് പ്ലാസ്റ്റിക് അല്ല. ഇത് മൂടി പാത്രം അല്ല. തുറക്കടക്കിയതും വേണ്ടേ? ഒന്ന് തുറന്നേ. അടച്ച്. ഇത് മൂടി പാത്രം അല്ല. ഇത് മൂടി പാത്രം അല്ല. നേരത്തെ ഞാനാണ്. ലാസ്റ്റ് വരാണ്. ഓക്കെ എടുത്ത്. എന്തെന്നാ? എന്റെ ഒരു താക്കോലാണ്. താക്കോലോ? കിളിക്കേ? താക്കോല് സാധാക്കോല് ഓരോ കൊല്ലൊന്നും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കിളിക്ക് കിളിക്കോണ്. ഒരെണ്ണോ ഉള്ളോ? ഒരു താക്കോലേ ഉള്ളു. അപ്പൊ പിന്നെ എങ്ങനെ കിളിക്കിയത്? അല്ല അതിനകത്ത് മറ്റേ റൗണ്ടിലെ സാധനം ഉണ്ടല്ലോ. അതൊന്ന് ടേബിളിലിട്ട് ഇങ്ങനെ കൊട്ടിക്കേ. താക്കോല് മാത്രം. താക്കോല് ഇത് താക്കോലാണ്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് എന്തോ മേളീന്ന് താഴ്ത്തോട്ടിട്ടേ. മേളീന്ന് താഴ്ത്തോട്ടിട്ട് ടേബിളിലോട്ട് ഇട്ട് ഒന്നുകൂടാ. അത് താക്കോലല്ല. അത് താക്കോലല്ല. എടുത്താ? കനപ്പെട്ട സാധനം പോലെ ആണോ? കനമുള്ള സാധനം എന്താ ഐറ്റം എന്ന് പറഞ്ഞോ? ഇതൊരു കത്തി. കത്തി. കത്തിയാ? ഇരുമ്പാണോ? സാധാ കത്തി. പ്ലാസ്റ്റിക്കിന്റെ പിടിയാണോ ഇരുമ്പിന്റെ പിടിയാണോ? പ്ലാസ്റ്റിക്കിന്റെ പിടി. ഒന്ന് മോളിൽ താഴത്തോട്ട്. ഒന്നുകൂടെ മോളിൽ താഴത്തോട്ട്. കത്തി ഒന്ന് അവിടെ ഇട്ട് ഒരച്ച് തന്നു. എവിടെ ഇട്ടെടുക്കാം? ടേബിളിൽ ഇട്ട്. ഇത് കത്തിയല്ല. പിന്നെന്താ? കത്തിയല്ല. അതെന്താ? കത്തിയല്ലത്. അതെന്താ? കാരണം എന്ന് വെച്ചാൽ കത്തി ഇറക്കുമ്പോ ആ സൗണ്ട് അല്ലല്ലോ, വേറെ സൗണ്ടാ പറയുന്നത്. നീ കാണിച്ചേ കത്തിയല്ലത്. ഇത് ടേബിളിട്ട് അത് കത്തിയല്ല. ഞാൻ പറയുന്നത് കത്തിയല്ല. എന്തുവാ? കോൺഗ്രസ്. ഇതാരെ കൂത്താ?
എടുത്ത്. എന്തുവാ അത്? എന്തുവാ അത്? ഇതൊരു നൈഫാണ്. കത്തിയോ? അത് തന്നെയല്ലേ ഞാനും എടുത്താ. എങ്ങനത്തെ കത്തി? എങ്ങനത്തെ കത്തി? ഇതൊരു ടൂൾസ് കത്തിയാണ്. എങ്ങനെ? ഒരു ടൂൾസ് ആണ് ഇത്. കത്തി എന്ന് പറഞ്ഞിട്ട് കത്തിയാണ് എന്നാ കത്തി അതന്നെ കത്തി. പിന്നെ ടൂൾസ് കത്തി ടൂൾസ് ആണ് അത്. നമുക്ക് വേണ്ട സാധനങ്ങളാണ് അത്. നമുക്ക് ഇടക്കൊക്കെ വേണ്ടതാണ് ഇത്. നമുക്ക് മീൻസ് നിങ്ങളുടെ പണിക്കോ അതോ നമ്മുടെ വീട്ടിലൊക്കെ? നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും ഒക്കെ എടുക്കുന്നത്. പ്ലാസ്റ്റിക് ആണോ പിടി? നോ. പിന്നെ സ്റ്റീലാണ്. സ്റ്റീലിന്റെ കത്തിയോ? ഒട്ടത്തേതാ? സ്റ്റീലിന്റെ പിടി. സ്റ്റീലിന്റെ പിടിയാ? ആ അങ്ങനെ പിടിയോ. ഇനി എന്തെങ്കിലും ക്ലൂ വേണോ? ആ സ്റ്റീലിന്റെ ഭാഗം ഒന്ന് ഇങ്ങനെ കൊട്ടിക്കേ. സ്റ്റീലിന്റെ ഭാഗം കൊട്ടിക്കേ. കത്തിയുടെ ഭാഗം ഒന്ന് ഒരച്ചേ. കത്തിയുടെ ഭാഗം ഒരച്ചേ. മൂർച്ചയുള്ള ഭാഗം. തോറ്റ എനിക്കറിഞ്ഞു. അല്ലെന്ന് ഞാനിത് ഇപ്പൊ നിന്റെ അടുത്ത് പറയും ഇത് കത്തിയാന്ന് പറയും. പക്ഷെ നീ അത് എന്താന്ന് പറയണം. എന്താന്ന് എങ്ങനെ പറയാനാ? ഇത് കത്തിയാണോ അല്ലയോ എന്ന് പറ. കത്തിയാണ്. കത്തിയാണ്. ഉറപ്പിച്ചോ? അല്ല മറ്റേ ഇങ്ങനെ മേളിലേക്ക് ആക്കിയിട്ട് ഇതാക്കണ കത്തിയാണോ? ഇത് നീ കത്തിയാണോ അല്ലോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മറ്റേ കട്ടറാണോ? കട്ടറാണോ അല്ലേന്നല്ല, നീ കത്തിയാണോ അല്ലേന്ന് പറ. അല്ല. അല്ലേ? ഇത് കത്തിയല്ല. അല്ല. ഉറപ്പിച്ചോ? കട്ടറാ. കാണുന്നില്ലല്ലോ കേട്ടെ. കണ്ട? ഇല്ല എനിക്കങ്ങനെ ലുഡായിപ്പാണ്. പിന്നെ എടുത്താ? എടുത്ത്. എന്തെന്നാ സാധനം എന്തെന്നാ? വെയിറ്റ് ഉള്ളതാണോ? വെയിറ്റ് ഒന്നുമില്ല. മോളിൽ നടത്തിട്ടെ. വെയിറ്റ് ഇല്ലാത്ത സാധനം ഒന്നല്ലേ ചേർന്നാ? മോളിൽ നടത്തിട്ട് ഒന്നുകൂടി ഇട്ടേ. ഇട്ട കേക്കണില്ല. ഇട്ടാ? ഞാൻ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഇനി നീ എന്താന്ന് പറഞ്ഞ? ഇതൊരു പാവക്കുട്ടി. പാവക്കുട്ടിയാ? ഈ പാവക്കുട്ടി ഒന്ന് മോളിൽ താഴത്തോട്ടിട്ടെ. അതാണ് പാവക്കുട്ടി സൗണ്ട്. ഇത് പാവക്കുട്ടിയല്ല. പാവക്കുട്ടി മോളിൽ താഴത്തോട്ട് സൗണ്ടാ. ഇത് പാവക്കുട്ടിയല്ല. ഉറപ്പിച്ച് ഒന്നുകൂടെ ഈ ഉറപ്പിച്ച് ഇത് പാവക്കുട്ടിയല്ല. ഉറപ്പ്. പാവക്കുട്ടി. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്കാണേ പോയിന്റ്. ഞാനടുത്ത് ഇങ്ങനെ ഒരു പേഴ്സ്. പേഴ്സോ? ലേഡീസിന്റെ പേഴ്സാണോ? പേഴ്സ് അല്ല, ലേഡീസിന്റെ പേഴ്സാണോ ജെന്റ്സിന്റെ പേഴ്സാണോ? ഇത് ജെന്റ്സിന്റെ പേഴ്സ്. വെറുതെ ഇങ്ങനെ മടക്കി വെക്കണ പേഴ്സ്. എന്നാ ഇതിനൊക്കെ മൊത്തത്തിൽ പറഞ്ഞാ പോരെ എന്താണെന്ന്. അല്ലേ ഇത് ഞാൻ ചോദിക്കാനായിട്ട് പറ. എന്ത് ഇങ്ങനെ അതായത് സിബാണോ ഇങ്ങനെ ലോക്ക് ഉണ്ടാ? ഇത് ഇങ്ങനെ ലോക്ക് ഉള്ളത്. എന്നാ ലോക്ക് ഒന്ന് അയച്ചേ. അയച്ച് ഒന്നൂടാ.
എവിടുന്നായത്? അതൊന്നും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വരച്ചേ, നഖം കൊണ്ട് ആ പേഴ്സിലൊന്നും ഇങ്ങനെ അടച്ച്. ഇത് പേഴ്സാണോ അല്ലെന്ന് നീ പറഞ്ഞാ മതി. പേഴ്സല്ല, പേഴ്സല്ല. ഉറപ്പിച്ച ആ ഇത് പേഴ്സാണ്. ആ ഞാൻ എടുത്ത്. എന്താ സാധനം തോന്നാ? ഒരു ബോട്ടില്, സാധാ വെള്ളം കുടിക്കണ ബോട്ടില്, വാട്ടർ ബോട്ടില്. അന്ന് മോളിൽ താഴത്തെ കിട്ടിയ ഒന്നവിട്ട് ഉറച്ച്. എങ്ങനെ ഉറക്കാൻ? ജസ്റ്റ് ബോട്ടിൽ അതിനകത്ത് ആ ടേബിൾ ഇട്ടൊന്നും മതി. ആ മതി മതി. ഒന്ന് മൂടി തുറന്നേ. ആ ഇത് ബോട്ടിലാണ്. ബോട്ടിലാണോ? ആ ഉറപ്പിച്ച്. ബോട്ടിലല്ല. ഓക്കെ, ഈ ഐറ്റം കൂടെ അല്ലേ ഉള്ളൂ? എന്റെ ലാസ്റ്റ് ഐറ്റം ആണ്. അടുത്ത് എന്തോ ഐറ്റം പറ. ഫോണ്. ഫോണാ? ആ ഒന്ന് തട്ടിക്കേ. പുറത്ത മറ്റേ ബാക്ക് കവറിലൊന്നും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒരച്ചേ. ഒന്നതാ ഇങ്ങനെ 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 ഒരക്കും. ഇത് അങ്ങനെ സൗണ്ട് വരത്തില്ലല്ലോ. അതെന്താ? ഇക്കൂടെ ഫോണല്ലേ? ഫോൺ അതുകൊണ്ട് പറഞ്ഞാ പോലെ. ആ ബട്ടൺ നെക്കിക്കേ. എന്താ ഫോണിന്റെ? ആ പവർ ബട്ടൺ ഒക്കെ. ഫോണിന്റെ പവർ ബട്ടണാ? ആ ആ മതി. പറ, ഫോണാണോ? ഫോൺ ഇങ്ങനെ തട്ടിക്കേ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ. താഴത്താ? അല്ല, ഫോണിൽ തന്നെ ഇങ്ങനെ. ഒന്നുകൂടെ ഞാൻ പറയാവേ. അത് ഫോണിൽ ഇങ്ങനെ ഒന്ന് തട്ടിക്കേ. കൈ വെച്ചാട്ടാ? ആ ഇത് ഫോണാണ്. ഫോണാണ്. ഉറപ്പിച്ചാ? ആ കണ്ട പിന്നെ എനിക്ക് ഇവിടുന്ന് കാണാൻ പോവല്ലേ. എടുത്താ? ആ എന്തോ ഐറ്റം എന്തോ? ഒരു പാത്രം. പാത്രോ? ആ ഒരു ബോക്സ്. സ്റ്റീലിന്റെ പ്ലാസ്റ്റിക്കിന്റെ? പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോക്സ്. ഒന്ന് തട്ടിക്കേ. മോളിൽ നിന്ന് ജസ്റ്റ് ആദരിട്ടെ. അതിന് മൂടിയുണ്ടാ? തുറന്നേ. ആ പാത്രം തന്നെ. തുറക്കട്ടാ? തുറന്നില്ല. അപ്പൊ ഒന്നുകൂടെ നോക്കണ്ട. ഇത് മാത്രമല്ല, നീ മൂടി തുറന്നിട്ടില്ല. തുറന്ന് അടച്ച് തുറന്ന് അടച്ച്. ഇത് പാത്രമല്ല. അല്ല, ഇത് പാത്രമല്ല. ഇതെന്ത്? ഇത് പാത്രം എന്നാണോ പറയുന്നത്? ഒരു സാധനമൊക്കെ ഉണ്ട് നിന്റെ കാണിച്ച് എന്നെ പറ്റിച്ച നോക്കണ്ട. ഓക്കെ, അപ്പൊ ഞാനാണ് തോറ്റത് ഗൈസ്. അപ്പൊ ജയിച്ചാൽ 500 തരാന്നാ പറഞ്ഞേക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതില് വിൻ ചെയ്തേക്കണേ ഞാനാണ്. ശരിക്കും പക്ഷേ ഇല്ല വീഡിയോ കാണുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടാ. അപ്പൊ ഞാൻ അതില് ജയിച്ചിട്ടുണ്ട്. ഞാനെന്തായാലും പറഞ്ഞ വാക്കുമായിരിക്കും 500 കൊടുക്കും. ചലഞ്ച് വിൻ ചെയ്തവർക്ക് 500 രൂപ തരാന്നാ പറഞ്ഞേക്കണം. അപ്പൊ ജിപേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഞാൻ പറഞ്ഞ വാക്ക് വായിച്ചിട്ടുണ്ട്. ജയിക്കണവർക്ക് 500 എന്ന് പറഞ്ഞാൽ 500 ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ടാറ്റാ ബൈ ബൈ.